കേരള സർവകലാശാലയിലെ വിവാദങ്ങളിൽ CPM-നെ പ്രതിരോധത്തിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജൻ ഗുരുക്കൾ. VC-യുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അതേസമയം ഈ മാസം 26-ന് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തള്ളി. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്ക് അയവില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തള്ളി VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ പിന്തുണച്ച് രാജൻ ഗുരുക്കൾ രംഗത്തെത്തി. VC സസ്പെൻഡ് ചെയ്ത ആളെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തത് നിയമപരമായ അജ്ഞത കാരണമാണ്. സർവകലാശാല നിയമവും സ്റ്റാറ്റ്യൂട്ടും സിൻഡിക്കേറ്റ് അവഗണിച്ചു. VC-യുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. VC-യാണ് സർവകലാശാലയുടെ ഏക ചീഫ് എക്സിക്യൂട്ടീവും അക്കാദമിക് മേധാവിയെന്നും രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. MG സർവകലാശാല മുൻ VC-യും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമാണ് രാജൻ ഗുരുക്കൾ. അതേസമയം ഈ മാസം 26-ന് മുൻപ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യം VC മോഹനൻ കുന്നുമ്മൽ പരിഗണിക്കില്ല. ഓഗസ്റ്റ് 2-ാം വാരം യോഗം ചേർന്നാൽ മതി. അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മോഹനൻ കുന്നുമ്മൽ. കേരളയ്ക്ക് പുറമെ KTU, ഡിജിറ്റൽ സർവകലാശാല VC നിയമനം, നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളിലും രാജ്ഭവൻ തുടർ നീക്കം സ്വീകരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം.